പരീക്ഷിച്ച് ചോദിക്കുന്നു, കഥിതോ വംശവിസ്താര. ഈ രാജാക്കന്മാരുടെ കഥയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞു പോയല്ലോ. വിസ്തരിച്ചിട്ടില്ലേ? ചില രാജാക്കന്മാരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അംബരീഷൻ മുതലായ പ്രധാനപ്പെട്ട രാജാക്കൾ കഥ മാത്രമേ വിസ്തരിച്ചിട്ടുള്ളൂ. പക്ഷേ ഭഗവാന്റെ കഥ ചുരുക്കിയപ്പോൾ അത് വിസ്താരം പോലെ തോന്നി പരീക്ഷത്തിന്. അതുകൊണ്ടാണ് അവിടെ പറയുന്നു കഥിതോ വംശവിസ്താര. എനിക്ക് ഭഗവാന്റെ കഥകളാണ് കൂടുതൽ ഇഷ്ടം. എന്നെ രക്ഷിച്ച ഭഗവാനാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ചക്രം വച്ച് ആത്തചക്രമാതുശ്ചമേയ ശരണം ഗതായ. ചക്രം കൊണ്ട് എന്നെ രക്ഷിച്ചു എന്നാണ് പറയുന്നു പരീക്ഷിത്ത്. പക്ഷേ സുഖൻ പറയുമ്പോൾ ഗത വെച്ചാണ് രക്ഷിച്ചു പറയുന്നത്. ഇപ്പം ഭഗവാൻ ഗത കൊണ്ട് രക്ഷിച്ചോ ചക്രം കൊണ്ട് രക്ഷിച്ചോ ചോദിച്ചാൽ പരീക്ഷിത്ത് നേരിട്ട് കണ്ട ആളാണ്. പരീക്ഷിത്ത് പറയുന്നു ചക്രം കൊണ്ട് രക്ഷിച്ചു, ആത്തചക്ര. പക്ഷേ ശുകൻ പറയുന്നു ഗത കൊണ്ട് രക്ഷിച്ചു. ഇപ്പോൾ പരീക്ഷിത്ത് പറയുന്നത് സത്യമാണോ, നേരിട്ട് കണ്ട ആൾ പറഞ്ഞത് സത്യമാണോ, ശുകൻ പറഞ്ഞത് സത്യമാണോ ചോദിച്ചാൽ ശുകൻ പറഞ്ഞതാണ് സത്യം. കാരണം പരിഭ്രമന്തം ഉൽക്കാഭാം ഭ്രാമയന്തം ഗതാമോഹു. ഈ ഗത ഒരു തീപ്പന്തം പോലെയായിരുന്നു. ഈ ഗത ഇങ്ങനെ ഭഗവാൻ വേഗത്തിൽ ചുറ്റിക്കൊണ്ട് രക്ഷിച്ചപ്പോൾ ഉന്നിയല്ലേ പരീക്ഷിത്ത്, അത് ചക്രം വിചാരിച്ചു പോയി. അപ്പോൾ ശുകൻ പറഞ്ഞതാണ് ശരി, മഹാത്മാക്കൾ വ്യാഖ്യാനിക്കണം. പക്ഷേ രണ്ടും ഉണ്ടാവും, 4 തീർക്കൈകളുണ്ടല്ലോ. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി പോരാ, ഡബിൾ സെക്യൂരിറ്റി ആയിക്കോട്ടെ വിചാരിച്ച് രണ്ടും വച്ചിട്ടുണ്ടാവും. പരീക്ഷിത്ത് കണ്ടത് ചക്രവും ശുകൻ കണ്ടത് ഗതയും നമുക്ക് ചിന്തിക്കാം. അങ്ങനെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ രക്ഷിച്ച ഭഗവാനാണ്. ആ ഭഗവാന്റെ കഥ വിസ്തരിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ 90 അധ്യായങ്ങൾ ഇവിടെ വർണ്ണിക്കുന്നു. ഭൂമി നൃപ്തനൃപഹ്യാജദൈത്യാനീകശതായുതൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ. ഭൂമിക്ക് ഭാരം താങ്ങാതായി. എന്താ കാരണം? ഭൂമിയിൽ കിട്ടുന്ന ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് ഭൂമി ഭർത്താവായ ഭഗവാനെ നിന്ദിക്കുന്നവർ കൂടുതലായി പോയി, നാസ്തികന്മാർ. പിന്നെ കള്ളസാക്ഷി പറയുന്നവരും കൂടുതലായി പോയി. നഹ്യസത്യാത് പരോ ധർമ്മ ഇതികോ വാച ഭൂരിയം സർവം സോട് മളം മന്യേർത്തേ അലീകപരം നരം. അങ്ങനെ കള്ളസാക്ഷി പറയുന്നവർ ഭൂമിക്ക് കൂടുതൽ ഭാരമായി. പിന്നെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ സുഖത്തിന് വേണ്ടി അടുത്തവരെ നശിപ്പിക്കുന്ന ആളുകളും കൂടുതലായിപ്പോയി. ഇതൊക്കെയാണ് ഭൂമിക്ക് ഭാരം. അതുകൊണ്ട് ഭൂമിദേവി പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. ആ സമയത്ത് ദേവന്മാർ വന്നപ്പോൾ ദേവന്മാരെയും ഭൂമിദേവിയും വിളിച്ചുകൊണ്ട് ബ്രഹ്മാവ് പാലാഴിയിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ ദേവന്മാരൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, നാം മഥുരാനഗരത്തിൽ അവതരിക്കാൻ പോകുന്നു, എന്നെ സഹായിക്കാൻ ദേവന്മാരും ദേവതാസ്ത്രീകളും അവതരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവും അതേപോലെ ദേവന്മാരോട് പറഞ്ഞ് നിങ്ങളെല്ലാം പോയിക്കോളും. ബ്രഹ്മാവാണ് ദേവന്മാർക്ക് MD. അതുകൊണ്ട് ബ്രഹ്മ പറഞ്ഞാലേ അവർക്ക് ഇത് കിട്ടുള്ളൂ, അവധി കിട്ടുള്ളൂ. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു കിട്ടു. എല്ലാ ദേവന്മാരും ഭൂലോകത്തിൽ യാദവന്മാരായി, ഗോക്കളായി, ഗോപന്മാരായി, ഗോപികളായി കാത്തിരിക്കുന്നു. ഭഗവാൻ അവതരിക്കുന്ന പുണ്യക്ഷേത്രമാണ് മഥുര എന്ന മഹാക്ഷേത്രം. ഇപ്പോഴും ഉത്തരഭാരതത്തിലുണ്ട്. ആ മഥുരാ നഗരത്തിൽ ഉഗ്രസേനൻ പേരുള്ള രാജാവ്
ആ രാജാവിൻ്റെ പുത്രനായ കംസൻ, ആ കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയെ അവളെ ഒരു ശൂരസേനപരുള്ള രാജാവിൻ്റെ പുത്രനായ വസുദേവനക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ദമ്പതിമാരെ തേരിൽ വെച്ച് ഘോഷയാത്രയായി ചെല്ലുന്ന സമയത്താണ് ദുഷ്ടനായ കംസൻ നല്ലവനെ പോലെ അഭിനയിക്കുന്നു. അത് കണ്ടപ്പോഴാണ് അശരീരവാക്ക് വിളിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം ഭഗസേ അബുധാ. അബുധാ വിളിച്ചു. ബുദ്ധിയില്ലാത്തവനെ വിളിച്ചപ്പോൾ കംസൻ മേൽപോട്ട് നോക്കി. ആകാശത്തിൽ ബുദ്ധിയില്ലാത്തവനെ വിളിച്ചാൽ ആരെങ്കിലും തിരിച്ച് നോക്കുമോ? ഓരോന്നും നോക്കാറില്ലേ? ബുദ്ധി വിഡ്ഢീന്ന് വിളിച്ചാൽ ആരെങ്കിലും തിരിച്ച് നോക്കുമോ? ബുദ്ധിയില്ലാത്തവനെ വിളിച്ചപ്പോൾ ഓരോ ആളും മേൽപോട്ട് നോക്കിയിട്ടില്ലേ? കംസൻ മാത്രം എന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ വിചാരിച്ച് മേൽപോട്ട് നോക്കി. അപ്പോൾ കംസനോട് പറഞ്ഞു, നിന്റെ സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്നെ വധം ചെയ്യും. ഇത് കേട്ട അടുത്തക്ഷണേ വാളെടുത്ത് സഹോദരി പോലും നോക്കാതെ കൊള്ളാൻ പുറപ്പെട്ടു. അപ്പോഴാണ് വസുദേവൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, കുട്ടികളുണ്ടാവുമോ സംശയം, 8 കുട്ടികളുണ്ടാവുമോ സംശയം, 8 കുട്ടികൾ ജനിച്ച് വളർന്ന് വലുതാവുന്നവരെ നീ തന്നെ ഇരിക്കുമോ സംശയം. ഇപ്പോൾ എന്താ കുട്ടികളെ തന്നേക്കാം. പുത്രാൻ സമർപ്പയിഷ്യേസ്യാഹ യതസ്തേഹയമുച്ചിതം. ഇത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് കംസഹ തത് വാക്യസാരവിത്ത്. വസുദേവൻ്റെ വാക്യത്തിൻ്റെ സാരം മനസ്സിലാക്കി. എന്താ സാരം മനസ്സിലാക്കി? എനിക്കൊന്നും പിടിയില്ല. ഗുരുനാഥൻ തമാശയായിട്ട് പറയും, കംസനക്ക് എന്ത് സാരം തോന്നി? ദേവകിയാണെങ്കിൽ 1 വധം ചെയ്യാം, ശിശുക്കളാണെങ്കിൽ 8 വധം ചെയ്യാമല്ലോ വിചാരിച്ച് പോയിക്കോളൂ പറഞ്ഞു വിട്ടു. അങ്ങനെ അവരെ വിട്ടു. ആദ്യത്തെ ഉണ്ണിയെ കൊടുത്തു. ആദ്യത്തെ ഉണ്ണിയെ കൊടുത്തപ്പോൾ കംസനക്ക് പോലും നല്ല ബുദ്ധി തോന്നി. ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ, 8ാമത്തെ ഉണ്ണിയെ കൊടുത്താൽ മതി. അങ്ങനെ കംസൻ നല്ലവനായപ്പോഴാണ് നാരദൻ വന്ന് പറഞ്ഞു, 8ന് ഒരാൾക്ക് വരില്ല. ഇവിടെ തുടങ്ങിയാൽ അവിടെ 8, അവിടെ തുടങ്ങിയാൽ ഇവിടെ 8, 8ഉം 8ആവും. അഷ്ടാണാം അഷ്ടമത്തെ 8ഉം 8ആവും പറഞ്ഞപ്പോൾ കംസൻ ഞെട്ടി വേഗം ജയിലിൽ ചെന്ന് ദേവകി കയ്യിൽ നിന്നും ആ ഉണ്ണിയെ പറിച്ച് അവൾ അമ്മയുടെ മുന്നിൽ തന്നെ അടിച്ചു കൊന്നു. ഇതാണ് വലിയ സങ്കടം അമ്മയ്ക്ക്. ഇങ്ങനെ 6 ഉണ്ണികളെ വധം ചെയ്തു. അപ്പോഴാണ് 7ാമത്തെ ഉണ്ണിയായി ആദിശേഷനെ പറഞ്ഞു വിട്ടു ഭഗവാൻ. ആദിശേഷനെ പറഞ്ഞു വിട്ടപ്പോൾ ഭഗവാനത് കുറച്ചുകൂടി ഒരു സംശയമായി. എന്താ, എല്ലാ ഉണ്ണികളെ കൊല്ലുന്നതുപോലെ ഈ ഉണ്ണിയെ കൊള്ളാൻ പുറപ്പെട്ടാൽ ആദിശേഷൻ പാമ്പായി അമ്മാവനെ കൊന്നേക്കും. അമ്മാവനെ ഞാൻ തന്നെ വധം ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ഏട്ടൻ വിചാരിച്ച് ദുർഗാദേവിയെ വിളിച്ചു പറഞ്ഞു. ദുർഗയെ വിളിച്ചു പറഞ്ഞു, ഗച്ഛദേവീം വ്രജം ഭദ്രീം ഗോപഗോഭിരളങ്കൃതം രോഹിണി വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. വസുദേവൻ്റെ മൂത്ത ഭാര്യ രോഹിണി ഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്, നന്ദഗോപരുടെ വീട്ടിൽ. ദേവി, നീ ദേവകി ഗർഭത്തിലിരിക്കുന്ന ആ 7ാമത്തെ ഉണ്ണിയെ അവിടെ കൊണ്ടാക്കണം, രോഹിണി ഗർഭത്തിൽ കൊണ്ടാക്കിക്കോളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന യശോദയ്ക്ക് മകളായി നീ ജനിച്ചോളൂ. ഞാൻ ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ 2 പേരും, നമ്മൾ 3 പേരും ഒരുമിച്ച് 125 കൊല്ലം ലീലകളൊക്കെ ആടാം. പക്ഷേ 125 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ മടങ്ങിപ്പോവും, ദേവി മടങ്ങിപ്പോവേണ്ട. ഇവിടെ തന്നെ പൂവത്തൂർ ഭദ്രകാളിയായും മണ്ണടി ഭദ്രകാളിയായും ചോട്ടാനിക്കര ഭഗവതി, കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, ഇങ്ങനെ പല രൂപത്തിൽ ഇവിടെ നിന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കണം. അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം. നിന്ന ഭക്തന്മാർക്ക് ധൂപോപഹാര ബലിവിഹി സർവകാമവരപ്രദാം. അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരി. എല്ലാവർക്കും വേണ്ട കാമങ്ങളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവി ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദേവി ഉടനെ പുറപ്പെട്ടു വന്നു. ദേവികി ഗർഭത്തിലിരിക്കുന്ന സംഘർഷണ ആകർഷിച്ച് രോഹിണി ഗർഭത്തിൽ കൊണ്ടാക്കി. അപ്പോഴാണ് ദേവികി ഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. തത്തോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവീ ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായഥാ ആനന്ദകരം മനസ്തക. തത്തോ ജഗന്മംഗളം അച്യുതാംശം. ഒരു ദിവസം നല്ല ദിവ്യ സ്വപ്നം കണ്ടു. ചതുർഭുജ സംഘചക്ര ഗതാപത്മധാരിയായുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപം കണ്ടു വസുദേവൻ.
സ്വപ്നത്തിൽ എങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ ദേവകിക്ക് വർണ്ണിച്ചു കൊടുത്തു. അങ്ങനെ ദേവിയുടെ ചെവി വഴി കൂടി ഭഗവാൻ ദേവിക്ക് ഗർഭത്തിലേക്ക് ചെന്നു. ദേവിക്ക് ഗർഭവതിയായി 8ാമത്തെ ഗർഭം ധരിച്ചു നോക്കാൻ വന്നു. കംസൻ കണ്ടപ്പോൾ തന്നെ പേടിയായി. ആഹൈഷമേ പ്രാണഹരോ ഹരിർവാം ധ്രുവം ശ്രുതോ എന്ന പുരേജമീദസി. എൻ്റെ സഹോദരിക്ക് ഇത്ര തേജസ് ഉണ്ടാവാറില്ലേ? നല്ല തേജസ് ഉണ്ടല്ലോ, ആ ഭഗവാൻ ഉള്ളിലുണ്ട്, ഇപ്പോൾ തന്നെ ധരിക്കാമോ വിചാരിച്ചു. പിന്നെ അവൾക്ക് നല്ല ബുദ്ധി തോന്നി. എന്താ കാരണം? സ്ത്രീയാഹ സ്വസുഹു ഗുരുമത്യാവധോയം. ഇപ്പോൾ കൊണ്ട സ്ത്രീഹത്യ ചെയ്തവൻ, സ്വന്തം സഹോദരിയെ വെട്ടിക്കൊണ്ടവൻ, അതും ഗർഭവതിയായിരിക്കുമ്പോൾ കൊണ്ടവൻ, ഇങ്ങനെയൊക്കെ എന്നെ എല്ലാം ചീത്ത വിളിക്കുള്ളൂ വിചാരിച്ച് നല്ല ബുദ്ധിയോട് മടങ്ങിപ്പോയി. ഈ നല്ല ബുദ്ധി പണ്ട് ഉണ്ടായിട്ടില്ലേ? പണ്ട് കൊള്ളാമെന്നല്ലോ ആദ്യം. അപ്പം ഏൻ തോന്നിയിട്ടില്ലേ? അപ്പം സാധാരണ ദേവകിയാണ്. ഇപ്പോൾ ഭഗവാൻ വയറ്റിലിരിക്കുന്ന ദേവകി ആയതുകൊണ്ട് നല്ല ബുദ്ധിയോട് മടങ്ങിപ്പോയി. കംസൻ വർണ്ണില്യം മനസ്സിലാക്കി ദേവന്മാരൊക്കെ ദേവകി ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതി ചെയ്തു. അങ്ങനെ സ്തുതി ചെയ്ത് ദേവന്മാർ പുറപ്പെട്ട ശേഷമാണ് ഭഗവാന്റെ അവതാരം. 3ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. അഥ സർവഗുണോപേതഃ കാലപരമശോഭനഃ യർക്കേവ അജരജന്മക്ഷം ശാന്തക്ഷകുരതാരകം. അഥ സർവഗുണോപേതഃ. ഭഗവാന്റെ അവതാര സമയമായപ്പോൾ എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥിതിയിലായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതേപോലെ സജ്ജനങ്ങൾക്ക് നല്ല സന്തോഷം. ദുഷ്ടജനങ്ങൾക്കും നീ ദുഷ്ടകാര്യങ്ങൾ ചെയ്യേണ്ട തോന്നുന്നു. രാത്രി സമയത്ത് എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ മാത്രമേ അവിടെ ഉറങ്ങിയിട്ടുള്ളൂ. ആരൊക്കെയാണ്? കംസൻ്റെ ആൾക്കാർ മാത്രം. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിപ്പോകരുത്. ഇപ്പോൾ ഉറങ്ങിയാൽ കംസൻ്റെ ആളായി മാറും. അപ്പോൾ എല്ലാവരും നാമം ജപിക്കുന്ന സമയത്താണ് ദേവകി വസുദേവന്മാർ നോക്കിയിരിക്കുമ്പോൾ ഒരു നീലജ്യോതി ആദ്യം കണ്ടു. അഗ്രേ പശ്യാമി തേജഃ തദനു തതുദരേ ദിവ്യ കൈശോരവേശം. അങ്ങനല്ലേ പറയുന്നു ഭട്ടത്രി. അതുപോലെയാണ് ഒരു നീലജ്യോതിസ്. ആ ജ്യോതിസിൻ്റെ ഇടയിൽ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടു. നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാസിയഃ ആവിരാസീത്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കളഃ തമദ്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭിതോസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്തസഹസ്രകുന്തലം മുദ്ദാമകാഞ്ചങ്കദ കങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവൻ കണ്ടു. ഞാനവിടെ വർണ്ണിക്കുന്നു ഭഗവാന്റെ ദിവ്യരൂപം. ചിങ്ങമാസം രോഹിണി നക്ഷത്രം അഷ്ടമി തിഥി അർദ്ധരാത്രിയിൽ ഭഗവാൻ അവതരിക്കുന്നു. രോഹിണിയിൽ ജനിക്കാൻ എന്താ കാരണം? രോഹിണി നക്ഷത്രം ബ്രഹ്മാവിൻ്റെ നക്ഷത്രമാണ്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടല്ലേ ഭഗവാൻ അവതരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് രോഹിണി നക്ഷത്രം സ്വീകരിച്ചു. പിന്നെ മഹാദേവൻ വളരെ എന്നെയും കൊണ്ട് സ്വീകരിക്കുന്നില്ല. വൈക്കത്തഷ്ടമി എന്ന് പറയാറുണ്ടല്ലോ, മഹാദേവ അഷ്ടമി. അത് മഹാദേവർക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി അഷ്ടമി സ്വീകരിച്ചു. അർദ്ധരാത്രി പറഞ്ഞാൽ അർത്ഥം അജ്ഞാനം, ഇരുട്ടുള്ള സമയം. അജ്ഞാനമാകുന്ന ആ ഇരുട്ട് നീക്കാൻ വേണ്ടിയാണ് ജ്ഞാനചന്ദ്രനായി ഭഗവാൻ അവിടെ പ്രകാശിക്കുന്നു. തം അദ്ഭുതം ബാലകം അംബുജേക്ഷരം. ശുകാചാര്യൻ പറയുന്നു അദ്ഭുതമായ ഉണ്ണി. എന്തുകൊണ്ട് അദ്ഭുതം? എല്ലാ ഉണ്ണികളും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരാണ്. ഈ ഉണ്ണി ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ച് വന്ന ആളാണ്. അതുകൊണ്ട് അദ്ഭുതം ബാലകം. സാധാരണ ഉണ്ണികൾ ജനിച്ചാൽ അങ്ങനെ കണ്ണട ശേഖരിക്കില്ല, പതുക്കെ പിന്നെ കണ്ണ തുറക്കുള്ളൂ. ഈ ഉണ്ണി അങ്ങനെയില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നു. അംബുജേക്ഷണം, നല്ല താമരക്കണ്ണനായി അച്ഛനന്മാർ നോക്കുന്നു. പേടിക്കേണ്ട പറയും. അംബുജേക്ഷണം. സാധാരണ ഉണ്ണിയിലേക്ക് 2 കൈകളോടെ ജനിക്കുള്ളൂ. ഈ ഉണ്ണിക്ക് 4 തൃക്കൈകളാണ്. ചതുർഭുജം. എന്തിനാണ് 4 തൃക്കൈകൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി 4 തൃക്കൈകൾ. ചതുർഭുജം ശംഖഗദായുധായുധം. 4 തൃക്കൈ മാത്രമല്ല, 4 തൃക്കൈകളിലും 4 സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാരണം? അച്ഛനമ്മമാർ ജയിലിൽ കിടക്കുന്നു. കളിപ്പാട്ടം ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ലേ. കളിപ്പാട്ടം സ്വന്തം കയ്യിൽ കൊണ്ടുവന്നു. ഒരു ഊതൽ, ശംഖ്, ഒരു കാട്ടാടി, ചക്രം, പിന്നെ ഒരു കിളുകിളിപ്പ്, അതുകൊണ്ട് ഗദ, പിന്നെ കളിപ്പാട്ടവും കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
അതുമാത്രമില്ല, മഹാർഗ വൈഡൂര്യ കിരീട കുണ്ടല ത്വിഷാ പരിഷ്വക്തം, നല്ല കിരീടം കുണ്ടലം ആഭരണമൊക്കെ അണിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിലും ഉണ്ണികൾ ജനിച്ചാൽ നന്നായി. ഈ ആഭരണത്തിൻ്റെ വില നോക്കുമ്പോലെ നമ്മുടെ വീട്ടിലും ആഭരണത്തിലും ഉണ്ണികൾ ജനിച്ചാൽ നന്നായി. പിന്നെ പട്ട് വസ്ത്രം കൂടി ധരിച്ചിട്ടുണ്ട്. പീതാംബരം സാന്ദ്രപയോദസൗഭകം. പിന്നെ ദിവ്യരൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നു. വസുദേവനെ സ്തുതിക്കുന്നു. ഉദിതോസി ഭവാൻ സാക്ഷാത് പുരുഷപ്രകൃതേ പരഃ. ഭഗവാനെ എന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലാക്കി? വസുദേവൻ പറഞ്ഞു, മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണ് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദേവകി സ്തുതിച്ചു, 4 തൃക്കൈകൾ കണ്ടാൽ കംസനക്ക് മനസ്സിലാവും നാരായണൻ. അതുകൊണ്ട് 2 കൈ ഉണ്ണിയായി, സാധാരണ ഉണ്ണിയായി മാറണേന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല കംസനെ കണ്ട്. യതി കംസാത് ദ്വേഷിത്വം, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അമ്പാടിയിലാക്കിക്കോളും. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടാവും, ആ പെൺകുട്ടിയെ കംസൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ ആ പെൺകുട്ടി നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഭഗവാൻ സാധാരണ ഉണ്ണിയായി മാറി. ഉണ്ണിയെ വസുദേവൻ കയ്യിലെടുത്തു. ആ ഉണ്ണിയെ കയ്യിലെടുത്ത് ഭഗവാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടാക്കിക്കോളൂ, ഇനി ബാക്കി ഭഗവാൻ നോക്കിക്കോളും വിചാരിച്ച് പുറപ്പെടുമ്പോൾ തന്നെ കാലിൽ ചളം കെട്ടിയിരുന്നു, അത് പൊട്ടിത്തെറിച്ചു. വാതിലിൽ വന്നപ്പോൾ കതവ് സ്വയം തുറക്കാൻ തുടങ്ങി. പണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കതവ് സ്വയം തുറക്കുമോ? നമ്മൾ താക്കോൽ വെച്ച് തുറന്നാൽ തുറക്കുള്ളൂ. പിന്നെ എയർപോർട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എയർപോർട്ടിൽ ഞാൻ ചെന്നപ്പോൾ കതവ് തുറക്കുന്നു. കുഴപ്പമില്ലല്ലോ, നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ കതവ് തുറക്കുന്നു പറഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. കതവ് സ്വയം തുറക്കുന്നു. പിന്നെ മഴവെള്ളം, മഴ ഉണ്ടായി. കുടയില്ലല്ലോ വിചാരിക്കുമ്പോൾ തന്നെ ശേഷുൺവകാത്വാദി നിവാരയൻ പണൈ, ആദിശേഷൻ കുടയായി അവിടെ വരുന്നു. യമുനാതീരത്തിലെത്തിയപ്പോൾ നല്ല കുത്തി ഒഴുകുന്ന നദിയാണ്. എങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ യമുന വഴിവിട്ട് കൊടുത്തു. അത് ഭഗവാന്റെ കാര്യമല്ലേ, അത് യമുനയ്ക്ക് തോന്നി. ഇപ്പോൾ വഴിവിട്ട് കൊടുത്താലേ ഭഗവാന്റെ ലീലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യമുന വഴിവിട്ട് കൊടുത്തു. അപ്പുറം ചെന്ന് ഇവിടെ പറയുന്നു, സിന്ധുരിവ ശ്രിയപ്പതേ, പണ്ട് വഴിവിടില്ലേ പറഞ്ഞു. ആരാണ്? വരുണൻ. അപ്പോൾ രാമചന്ദ്രൻ മഹാപ്രഭുവിനെ ചെയ്തു, ബ്രഹ്മ ആഗ്നേയാസ്ത്രമൊക്കെ ഇട്ട് ആ വരുണനെ പേടിപ്പിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ സ്ഥിതി എന്താണ് പണ്ട് കണ്ടതാണ്. അപ്പോൾ അതുപോലെ ആവരതെന്ന് വിചാരിച്ച് ഭഗവാൻ മനസ്സിലാക്കി. രാവണക്ക് സമുദ്രം എങ്ങനെ വഴിവിട്ട് കൊടുത്തുവോ അതുപോലെയാണ് അവിടെ പറയുന്നു, സിന്ധുരിവ ശ്രിയപ്പതേ. അങ്ങനെ യമുന കടന്ന് അപ്പുറം ചെന്നു. പ്രപദമേയതാം ആയയോ, ഭട്ടത്തിലെ രസമായിട്ട് വർണ്ണിക്കുന്നു. വസുദേവൻ വന്നപ്പോൾ കുത്തി ഒഴുകുന്ന യമുനാ നദി പ്രപദമേയതാം, ഒരു കാൽ കുറച്ച് കാല് നമ്മൾ സമുദ്രത്തിൽ വയ്ക്കാറുണ്ടല്ലോ, അല അടിക്കുന്ന തരമല വരുന്ന സമയത്ത്, അതുപോലെ കുറച്ച് കാല് വര ഉണ്ടായിരുന്നു. എന്താ കാരണം? ഭഗവാനെ കയ്യിലെടുത്താൽ അല്ലെങ്കിൽ ഭഗവാനെ ശേഷിൽ വെച്ചാൽ അവർക്ക് സംസാരം ഇത്രയേ ഉള്ളൂ. അത് കാണിക്കുന്നത് പോലെയാണ് പ്രപദമേയതാമായത്. അങ്ങനെ യമുനയുടെ വെള്ളം കുറഞ്ഞു. അവിടെ അമ്പാടിയിൽ ചെന്ന് യശോദയുടെ അടുത്ത് ആ ഉണ്ണിക്കരണ വെച്ചു. അവിടെ ഇരിക്കുന്ന യോഗമായാദേവിയെ എടുത്തു വരുന്നു. യോഗമായാദേവിയെ എടുത്തു വരുമ്പോൾ യോഗമായാദേവിക്കും ആ ശേഷം കുടപിടിച്ച് വരുന്നു. ജയിലിൽ എത്തിയ ശേഷം ആ പെൺകുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാവൽക്കാരൊക്കെ കംസനോട് വിജയമരിച്ചു. കംസൻ ആ പെൺകുട്ടിയെ എടുത്ത് ആകാശത്തിൽ വീശിയപ്പോൾ എന്തായി? സായുധാഷ്ട മഹാഭുജ, 8 തൃക്കൈകളുടെ ഭദ്രയായി വിഷ്ണുദുർഗയായി ദർശനം കൊടുത്ത് പറഞ്ഞു, ദശംസതര കംസത്തെ കിമു മയാമി നിഷ്പിഷ്ടയാ, എന്നെ കൊല്ലാൻ പറ്റില്ലേ? ആ കാരണം നിന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഉണ്ണി വേറെ സ്ഥലത്തിലാണ് വളർന്നു. നീ സജ്ജനങ്ങളെ ഹിംസിക്കരുത് എന്നെ ഉപദേശവും കൂടെ കൊടുത്ത് ദേവി അപ്രത്യക്ഷമായി. പിന്നെ കംസനക്ക് സങ്കടമായി. എന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച കുട്ടി വേറെ സ്ഥലത്തിലുണ്ടല്ലോ, വേറെ സ്ഥലത്തിൽ വളർന്നു പറയുന്നുണ്ടല്ലോ, എന്തു ചെയ്യും? അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അതിന് ബുദ്ധിമുട്ടേണ്ട, ഈ ജനിച്ച എല്ലാ കുട്ടികളെയും കൊണ്ടാൽ ആ കുട്ടി അതിൻ്റെ ഉള്ളിലാവും എന്ന് പറഞ്ഞ് അതിനെ പൂതനയായി ഏർപ്പാടാക്കി വിട്ടു. ഈ സമയത്താണ് നന്ദഗോകുലത്തിൽ നന്ദോത്സവം വർണ്ണിക്കുന്നു 18 ശ്ലോകത്തിൽ. നന്ദസ്വാത്മജ ഉത്പന്നേ ജാതാക്ലാദോ മഹാമനാഹ. 18 ശ്ലോകത്തിൽ വർണ്ണിക്കാൻ കാരണം 18 പരിപൂർണ സംഖ്യയാണ്. ഭഗവാൻ വന്നാൽ എല്ലാം പരിപൂർണമായി. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് 18 ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു. നന്ദസ്വാത്മജ ഉത്പന്നേ ജാതാക്ലാദോ മഹാമനാഹ ആവൂയ വിപ്രാൻ
വേദജ്ഞാൻ സ്നാതഃ ശുചിഃ അലങ്കൃതഃ. ഉണ്ണിയെ കണ്ടപ്പോൾ ആ മുത്തശ്ശിമാർ കേൾക്കാം, ഇവിടെ നന്ദനോട് വന്ന് പറഞ്ഞു, നന്ദഗോപനോട് ഉണ്ണി ജനിച്ചു പറഞ്ഞപ്പോൾ കുളിച്ച് വന്നു, ബ്രാഹ്മണന്മാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു, ഗോപികമാർക്ക് പാൽ തൈര് വെണ്ണ കൊണ്ടുവരുന്നു. ആ ഉണ്ണിയെ കണ്ടപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഒരു സുവർണ്ണ തൊട്ടിൽ അവിടെ സമർപ്പിച്ചു. ആ സുവർണ്ണ തൊട്ടിലിൽ ആ ഉണ്ണിക്കണ്ണനെ ഇട്ട് എല്ലാവരും നാമങ്ങൾ പാടി ആ ഉണ്ണിയെ ലാളിച്ചു. നീലഘന നീല ജോ ജോ പരമാത്മ ബാല ഗോപാല ജോ ജോ. നീലഘന നീല ജോ ജോ കരുണാല ബാല ശ്രീകൃഷ്ണ ജോ ജോ. നീലാവതാര ജോ ജോ പരമാത്മ ബാല ഗോപാല ജോ ജോ. പരമാത്മ ബാല ഗോപാല ജോ ജോ. ഊഞ്ഞാലെടുത്ത് താറാട്ടി പാടി പറഞ്ഞ അർത്ഥം ഇവിടെ മഹാത്മാക്കൾ പറയും. എന്താണ് ഊഞ്ഞൽ? ഊഞ്ഞാൽ പറഞ്ഞാൽ എന്താ? തൊട്ടിൽ. തൊട്ടിൽ നമ്മുടെ മനസ്സാണ്. മനസ്സാകുന്ന തൊട്ടിലാണ് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നത്. ഈ മനസ്സാകുന്ന തൊട്ടിലിൽ ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് നമ്മൾ ധ്യാനിച്ചാൽ മതി, അത് ആടിയാലും കുഴപ്പമില്ല. അങ്ങനെ ഉണ്ണിക്കണ്ണനെ എടുത്ത് അവർ പാട്ട് പാടി പിന്നെ കൊണ്ടുവന്ന പാൽ തൈര് എല്ലാം പരസ്പരം ഒരാളുടെ മുകളിൽ അഭിഷേകം ചെയ്ത് നാമം ജപിച്ചു. നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്. യശോദ മയ്യ കണ്ണയ്യ കി ജയ്, യശോദ മയ്യ കണ്ണയ്യ കി ജയ്. രാണി കി ജയ് രാധാ രാണി കി ജയ്, രാണി കി ജയ് രാധാ രാണി കി ജയ്. വൃഷഭാനു ദുലാരി രാധാ രാണി കി ജയ്, വൃഷഭാനു ദുലാരി രാധാ രാണി കി ജയ്. നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്, നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ്. യശോദ മയ്യ കണ്ണയ്യ കി ജയ്, യശോദ മയ്യ കണ്ണയ്യ കി ജയ്. അങ്ങനെ ആ ഉണ്ണിക്കണ്ണനെ കണ്ട് എല്ലാവരും ആസ്വദിച്ചു. ആ ഉണ്ണിക്കണ്ണൻ്റെ തേജസ് കണ്ടപ്പോൾ ഒരു ഗോപി പ്രാർത്ഥിച്ചു, നാരായണ ഭഗവാനെ ഈ ഉണ്ണിയെ രക്ഷിക്കണേ. അപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി. തല ആട്ടുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ തല ആട്ടുന്നു. ഭഗവാൻ തല ആട്ടിട്ടില്ലേ, നാരായണ അവിടെ ഇല്ലേ ഇവിടെയാണ്. അത് ആ ഗോപി മനസ്സിലാക്കിയിട്ടില്ലേ. പിന്നെ വേറൊരു മുത്തശ്ശിയായി ഒരു ഗോപി വന്ന് നോക്കി. കണ്ണൻ്റെ കൈകളിൽ ശംഖുചക്ര രേഖയും കാലിൽ താമര രേഖയും കണ്ടു. പാദയോഹോ അരവിന്ദഞ്ച തമ്പൈമേനെ ഹരേക്കലാം. അപ്പോൾ ഇതുപോലെ ദിവ്യരേഖകൾ, ശംഖുചക്ര യവവജ്രാദി രേഖകൾ ഭഗവാനത്ത് മാത്രമേ ഉള്ളൂ പഠിച്ച ഗോപിയാണ്. ആ ഗോപി പറഞ്ഞു, ആ ഗോപി അക്ഷത കൊണ്ടുവന്നു ഉണ്ണിക്കണ്ണന് ഇടാൻ വേണ്ടിയാണ്. പക്ഷേ ഭഗവാൻ മനസ്സിലായപ്പോൾ ആ ഉണ്ണിക്കണ്ണന് ഇടുന്ന അക്ഷതയെ സ്വന്തം ശരീരത്തിലിട്ടു. ഈ ഭഗവാൻ വന്ന സമയത്ത് എനിക്ക് പ്രായമായി പോയല്ലോ, ഞാൻ ദീർഘായുസ്സായി ഇരുന്ന് ഈ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളെ കാണണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണൻ വന്ന ശേഷം എല്ലാവരുടെ വീട്ടിലും ലക്ഷ്മീ കടാക്ഷം നിറഞ്ഞു. തത ആരഭ്യനന്ദസ്യ വ്രജസർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡമഭും നൃപ. കണ്ണനില്ലേ, കണ്ണൻ്റെ ഭക്തന്മാർ വന്നാൽ ആ സ്ഥലം ലക്ഷ്മീ കടാക്ഷമായി. ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. എൻ്റെ ഗുരുനാഥൻ എവിടെ ചെന്നാലും, ഒരു മഹാഗ്രാമമായാലും അവിടെ എവിടെ നോക്കിയാലും പൂ പഴം എന്നൊക്കെ കാണാം. ഗുരുനാഥൻ പറയാൻ പിന്നെ അത് അപ്രത്യക്ഷമാകും. അതുകൂടി പറയണ്ടേ. അങ്ങനെ മഹാത്മാക്കൾ വരുമ്പോൾ തന്നെ ലക്ഷ്മി കടാക്ഷം അറിയും പറഞ്ഞാൽ, കണ്ണനെ ധ്യാനിക്കുന്നവർ വന്നാൽ തന്നെ ലക്ഷ്മി കടാക്ഷം പറഞ്ഞാൽ, കണ്ണൻ നേരിട്ട് വന്നാൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നന്ദോത്സവം സമർപ്പിക്കുന്നു.